എന്തായാലും രാഹുൽ ഗാന്ധി ചങ്കുറപ്പോടുകൂടി ഇപ്പോൾ പറഞ്ഞു വെക്കുന്നത് ഞങ്ങളുടെ സ്രോതസ്സുകൾ അല്ലെങ്കിൽ ഞങ്ങളുടെ രഹസ്യ ചാരന്മാർ NDA സർക്കാരിനുള്ളിലുണ്ട്. അധികം വൈകാതെ അവിടെ ഒരു വലിയ പൊട്ടിത്തെറി ഉണ്ടാകും. അത് അനുസരിച്ച് ആ സർക്കാർ താഴെ വീഴുമെന്ന് നിർണായക പ്രഖ്യാപനം ഇപ്പോൾ നടത്തിയിരിക്കുകയാണ് രാഹുൽ ഗാന്ധി. അത് എങ്ങനെയെന്നാണ് ഇപ്പോൾ ഈ രാജ്യം കാത്തിരിക്കുന്നത്. നമസ്കാരം. പ്രിയങ്ക ഗാന്ധി വയനാട്ടിൽ മത്സരിക്കുമെന്ന് കോൺഗ്രസ് ഇപ്പോൾ ഔദ്യോഗികമായിട്ട് പ്രഖ്യാപിച്ചതിന് തൊട്ടു പിന്നാലെ പാർലമെന്റിൽ പ്രിയങ്ക ഗാന്ധിയും അതുപോലെ തന്നെ രാഹുൽ ഗാന്ധിയും ഇന്ത്യ മുന്നണിയും നടത്താൻ പോകുന്ന വലിയ ഒരു മുന്നേറ്റത്തെക്കുറിച്ച് ഏറെക്കുറെ ഈ രാജ്യത്തെ ജനങ്ങൾക്ക് ഇപ്പോൾ കൃത്യമായിട്ടുള്ള ഒരു ബോധ്യം വന്നിരിക്കുകയാണ്. അതിന് പിന്നാലെ ഇപ്പോൾ രാഹുൽ ഗാന്ധിയുടെ നിർണായകമായിട്ടുള്ള ഒരു പ്രഖ്യാപനവും ഇപ്പോൾ പുറത്തു വന്നിരിക്കുകയാണ്. അത് ഇപ്പോഴത്തെ ഈ NDA സർക്കാർ, അതായത് ഈ മൂന്നാം വട്ടം അധികാരത്തിലേറിയ മോദി സർക്കാർ ഉടൻ തന്നെ താഴെ വീഴും എന്നുള്ളതാണ്, നിലം പൊത്തും എന്നുള്ളതാണ്. UK ഹിന്ദുസ്ഥാൻ ഫിനാൻഷ്യൽ ടൈംസിന് നൽകിയിട്ടുള്ള അഭിമുഖത്തിലാണ് രാഹുൽ ഗാന്ധി BJP സർക്കാർ അധിക കാലം ഈ രാജ്യത്ത് തുടരില്ലെന്നും അതുപോലെ തന്നെ അധികം വൈകാതെ തന്നെ ഈ മോദി സർക്കാർ നിലം പൊത്തുമെന്നും വ്യക്തമായിട്ട് തന്നെ ഇപ്പോൾ പറഞ്ഞു വെക്കുന്നത്. ഒരു അന്താരാഷ്ട്ര മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിൽ ഇന്ത്യയിലെ മോദി സർക്കാരിൻ്റെ ഭരണം അധിക നാൾ തുടരില്ല എന്ന് കൃത്യമായിട്ട് തന്നെ ഇപ്പോൾ രാഹുൽ ഗാന്ധി പറയുന്നുണ്ടെങ്കിൽ അതിന് വ്യക്തമായിട്ടുള്ള ചില കാരണങ്ങളും ഉണ്ടായേക്കും. കാരണം മുൻപ് തന്നെ TDPയുടെയും അതുപോലെ JDUവിൻ്റെയും ഒക്കെ പിന്തുണ കൊണ്ട് ഇപ്പോൾ തൂങ്ങിയാടി നിൽക്കുന്ന മോദി സർക്കാരിന് അധികകാലം ഇനി ആയുസ് ഉണ്ടാകില്ല എന്ന പ്രവചനങ്ങളും അതുപോലെ തന്നെ നിരവധി പ്രഖ്യാപനങ്ങളും കോൺഗ്രസിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിരുന്നെങ്കിലും ഇപ്പോൾ രാഹുൽ ഗാന്ധി ഇതുമായി ബന്ധപ്പെട്ട ഒരു വ്യക്തമായിട്ടുള്ള പ്രഖ്യാപനം നടത്തുന്നത് ഇത് ആദ്യമായിട്ടാണ്. കാരണം ഇതിനു മുൻപ് പല വിധത്തിൽ പരോക്ഷമായിട്ട് തന്നെയൊക്കെ ഈ സർക്കാർ ഒരു തൂങ്ങിയാടുന്ന ഒരു സർക്കാരാണ്, അല്ലെങ്കിൽ ഇതൊരു സമ്പൂർണ്ണ സർക്കാരല്ല എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിലും ഇത്രയും കൃത്യമായിട്ട് രാഹുൽ ഗാന്ധി പറയുന്നത് ഇത് ആദ്യമായിട്ടാണ്. വലിയ മാറ്റമാണ് രാജ്യത്തെ രാഷ്ട്രീയ വ്യവസ്ഥയിൽ ഇപ്പോൾ സംഭവിച്ചിരിക്കുന്നത് എന്ന് രാഹുൽ ഇപ്പോൾ തുറന്നടിക്കുകയാണ്. ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ വളരെ വിശാലമായിട്ടുള്ള ഒരിടം ഇപ്പോൾ തുറന്നിട്ടുണ്ട് എന്നും രാഹുൽ ഗാന്ധി വ്യക്തമായിട്ട് തന്നെ പറയുകയാണ്. ഈ പശ്ചാത്തലത്തിൽ വെറും തുച്ഛമായിട്ടുള്ള സീറ്റുകൾ മാത്രം ഇപ്പോൾ കൈവശമുള്ളതും അതുപോലെ തന്നെ സഖ്യകക്ഷികളുടെ പിന്തുണയോടെ രൂപീകരിച്ച ഈ സർക്കാർ താഴെ വീഴാനായിട്ട് ഒരു ചെറിയ രീതിയിലുള്ള അഭിപ്രായ ഭിന്നത മാത്രം മതി എന്നും രാഹുൽ പറയുകയാണ്. അതോടൊപ്പം തന്നെ രാഹുൽ ഗാന്ധി പറയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമെന്ന് പറയുന്നത് തങ്ങളുടെ ഒരു രഹസ്യ ചാരൻ അല്ലെങ്കിൽ ഒരു കൂട്ടം രഹസ്യ ചാരന്മാർ NDAയുടെ ഈ മുന്നണിയിൽ അല്ലെങ്കിൽ ഈ സർക്കാരിലുണ്ട് എന്നുള്ളതാണ്. അതായത് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇപ്പോൾ നേതൃത്വം കൊടുക്കുന്ന ഈ മൂന്നാം മോദി സർക്കാരിൻ്റെ മുന്നണിയിൽ നടക്കുന്നതായിട്ടുള്ള എന്ത് രഹസ്യങ്ങളും എല്ലാ രഹസ്യങ്ങളും ഉടനടി ഇപ്പോൾ ഇന്ത്യ മുന്നണിയിൽപ്പെട്ട നേതാക്കളുടെ കയ്യിലേക്കും അതോടൊപ്പം തന്നെ പ്രത്യേകിച്ച് രാഹുൽ ഗാന്ധിയുടെ കയ്യിലേക്കും എത്താനായിട്ട് ചില രഹസ്യ ചാരന്മാർ അവിടെ തയ്യാറായിരിപ്പുണ്ടെന്നാണ് രാഹുൽ ഗാന്ധി ഇവിടെ പറഞ്ഞു വെക്കുന്നത്. രാഹുൽ ഗാന്ധി ഇംഗ്ലീഷിൽ പറഞ്ഞിരിക്കുന്ന വാചകം അത് മലയാളത്തിൽ തർജ്ജമ ചെയ്യുകയാണെങ്കിൽ സുരക്ഷിതമായിട്ടുള്ള ഒരു ഭൂരിപക്ഷം ഇല്ലാത്തതിനാൽ മോദിയും സംഘവും ഇപ്പോൾ അതിജീവിക്കാനായിട്ട് ബുദ്ധിമുട്ടുകയാണ്. ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ ഈ തോൽവിക്ക് പിന്നാലെ മോദിയുടെ ക്യാമ്പുകളിൽ ഇപ്പോൾ അതൃപ്തി വല്ലാതെ വർദ്ധിച്ചിട്ടുണ്ട്. അവിടെ നടക്കുന്ന പലതരത്തിലുള്ള പ്രശ്നങ്ങൾ അതുപോലെ തന്നെ അസ്വാരസ്യങ്ങൾ, പൊട്ടിത്തെറികൾ, അതുപോലെ തന്നെ ആഭ്യന്തര പ്രശ്നങ്ങൾ ഇതൊക്കെയായി ബന്ധപ്പെട്ട് കൃത്യമായിട്ട് വിവരങ്ങൾ ലഭിക്കാനുള്ള സോഴ്സുകൾ അല്ലെങ്കിൽ സ്രോതസ്സുകൾ NDA ക്യാമ്പിൽ ഞങ്ങൾക്കുണ്ടെന്ന് രാഹുൽ ഗാന്ധി വ്യക്തമായിട്ട് പറയുകയാണ്. അപ്പോൾ അതിനർത്ഥം എന്താണ്? ഇപ്പോൾ ഈ തൂക്ക് മന്ത്രിസഭ ഇങ്ങനെ തൂങ്ങിയാടി നിൽക്കുന്നതിൽ ഏറ്റവും അധികം സന്തോഷിക്കുന്നത് ഇപ്പോൾ രാഹുൽ ഗാന്ധിയും അതുപോലെ തന്നെ ഇന്ത്യ മുന്നണിയുമാണ്. അതിന് കാരണം എന്തെന്ന് വെച്ചാൽ അതിലുണ്ടാകുന്ന തമ്മിലടികൾ അവ കൃത്യമായിട്ട് ഇവിടെ ഇന്ത്യ മുന്നണിക്ക് അറിയാൻ സാധിക്കുമെന്നതാണ്. ആ തമ്മിലടികൾക്ക് അനുസൃതമായിട്ട് തന്നെ ഇവിടെ ഇരുന്നു കൊണ്ട് തന്നെ അതിനുള്ള തന്ത്രങ്ങൾ മെനയാനും ഇന്ത്യ മുന്നണിക്ക് സാധിക്കും. അപ്പോൾ ആ തന്ത്രങ്ങൾ നടപ്പാക്കുന്നിടത്ത് തന്നെ മോദി സർക്കാർ താഴെ വീഴും എന്നതാണ് രാഹുൽ ഗാന്ധി പറഞ്ഞു വെക്കുന്നത്. അപ്പോൾ അതിനു വേണ്ടിയിട്ടുള്ള ഒരു വലിയ കാത്തിരിപ്പാണ് ഇപ്പോൾ രാഹുൽ ഗാന്ധിയും സംഘവും നടത്തുന്നത്. എന്ന് വെച്ചാൽ ഈ ഇന്ത്യ മുന്നണിയിലുള്ളവർ അവർ പ്രത്യേകിച്ചും രാഹുൽ ഗാന്ധിയും നേതാക്കളും അങ്ങോട്ട് പോയിട്ട് ഏതെങ്കിലും നേതാക്കളെ അവരെ വിലക്കെടുത്തുകൊണ്ട് അവരെ കൂടെ നിർത്തി അല്ലെങ്കിൽ അവർക്ക് അവരുടെ മേൽ ചാണക്യതന്ത്രമോ അല്ലെങ്കിൽ കുതിര കച്ചവടമൊക്കെ നടത്തി അല്ലെങ്കിൽ ഓപ്പറേഷൻ കമല മോഡലുകളൊക്കെ പോലെയുള്ള നടപടികളൊന്നും തന്നെ അവർ ചെയ്യുന്നില്ല എന്നാണ് പറഞ്ഞത്. മറിച്ച് ഇന്ത്യ മുന്നണി ഇപ്പുറത്ത് ചൂണ്ടയിട്ട് ഇങ്ങനെ അവരെ കാത്തിരിക്കുകയാണ്. അവിടെ നിരവധി അസ്വാരസ്യങ്ങൾ ഉണ്ടായേക്കും. അപ്പോൾ വലിയ രീതിയിലുള്ള പൊട്ടിത്തെറികൾ ഉണ്ടാകുമ്പോൾ
അത് കൃത്യമായിട്ട് ഇന്ത്യ മുന്നണിയിൽ അറിയിക്കാനായിട്ട് അവിടെ അവർക്ക് ആളുകളുണ്ട്. അതായത് വിവരങ്ങൾ കൃത്യമായിട്ട് അറിയിക്കാൻ എൻ്റെ ചാരന്മാർ അവിടെയുണ്ട് എന്നാണ് രാഹുൽ ഗാന്ധി പറഞ്ഞു വെക്കുന്നത്. അപ്പോൾ അവിടുത്തെ എല്ലാ വിവരങ്ങളും, രഹസ്യ വിവരങ്ങൾ അടക്കം സ്രോതസ്സുകൾ വഴി ഞാൻ അറിയും, ഞങ്ങൾ അറിയുമെന്ന് രാഹുൽ ഗാന്ധി പറയുന്നതും ഇതുകൊണ്ട് തന്നെയാണ്. അപ്പോൾ അവിടെ നിന്ന് ലഭിക്കുന്ന ഈ വിവരങ്ങൾ അവ കൃത്യമായിട്ട് കോർഡിനേറ്റ് ചെയ്ത് അതിന് കൃത്യമായിട്ടുള്ള ഒരു ആക്ഷൻ പ്ലാൻ അത് നടത്തുവാൻ ഞങ്ങൾ ഇവിടെ സർവ്വ രീതിയിലും തയ്യാറാണെന്നാണ് രാഹുൽ ഗാന്ധി പറയുമ്പോൾ അത് BJPക്ക് അല്ലെങ്കിൽ NDA മുന്നണിക്കുള്ള ഒരു കൃത്യമായിട്ടുള്ള മരണമണി തന്നെയാണ്. അതായത് ഈ അവസ്ഥയായതിനാൽ തന്നെ ഇങ്ങനെ അധികകാലം ഈ ഒരു ഭരണം അത് മുന്നോട്ട് കൊണ്ടുപോകുവാനായിട്ട് അവർക്ക് സാധിക്കുകയുമില്ല. കാരണം അവിടെ നടക്കുന്ന ഓരോ നീക്കങ്ങളും ഒരു മുട്ടസൂചി എടുത്ത് മാറ്റിവെച്ചാൽ പോലും നടക്കുന്ന നീക്കങ്ങൾ അപ്പോൾ തന്നെ ഇന്ത്യ മുന്നണിയിലെത്തും. അതൊരു പക്ഷേ സീറ്റ് വിഭജനവുമായിട്ട് ബന്ധപ്പെട്ട പല ചർച്ചകളുമാകാം, അല്ലെങ്കിൽ മന്ത്രി പദവികൾ കൊടുക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ടുള്ള പലതരത്തിലുള്ള അസ്വാരസ്യങ്ങളാകാം. ഇനി ഒരുപക്ഷെ അതൊന്നുമല്ല, ഒരു തരത്തിലും മാധ്യമങ്ങളിലോ അല്ലെങ്കിൽ പുറം ലോകത്തോ നമ്മളാരും തന്നെ അറിയണമെന്നുമില്ല ഈ പല രഹസ്യങ്ങളും. ഇതിനേറെ പറയണം, ഈ മുന്നണിക്കുള്ളിൽ നടക്കുന്ന ആഭ്യന്തര രഹസ്യങ്ങൾ പോലും ആയിരിക്കാം അത് എന്നതാണ് ഏറെ നിർണായകം. അപ്പോൾ ആ വിവരങ്ങൾ പുറത്തറിയാത്ത അത്രയും കാലം അതുമായി ബന്ധപ്പെട്ട ഒരു സ്ട്രാറ്റജി ഉണ്ടാക്കാനായിട്ട് ഈ ഇന്ത്യ മുന്നണിക്ക് കഴിയുകയുമില്ല. പക്ഷേ അത് പുറത്തു വരാതിരുന്നാലും ആ ആഭ്യന്തരമായിട്ടുള്ള രഹസ്യങ്ങൾ അത് കൃത്യമായിട്ട് ചോർത്തി തങ്ങളിലേക്ക് എത്തിക്കാനുള്ള സ്രോതസ്സുകൾ NDAക്ക് അകത്ത് തങ്ങൾക്കുണ്ട് എന്നാണ് രാഹുൽ ഗാന്ധി പറയുന്നത്. ആ സർക്കാരിനുള്ളിൽ ഞങ്ങൾക്കുണ്ട് എന്നാണ് രാഹുൽ ഗാന്ധി പറയുന്നത്. അപ്പോൾ അത് NDA മുന്നണിയെ സംബന്ധിച്ചും അതുപോലെ തന്നെ BJPയെ സംബന്ധിച്ചും വലിയ രീതിയിലുള്ള ഭീതി ഉണ്ടാക്കുന്ന കാര്യമാണ് എന്നതിൽ യാതൊരു സംശയമില്ലാത്ത കാര്യമാണ്. കാരണം അവിടെ എന്തെങ്കിലും തരത്തിലുള്ള ഒരു സീറ്റ് വിഭജന ചർച്ചയിൽ അല്ലെങ്കിൽ ഏതെങ്കിലും രീതിയിലുള്ള പദവികൾ അത് കൊടുക്കുന്നതോ അല്ലെങ്കിൽ പരിഗണനകൾ കൊടുക്കുന്നതോ ആയിട്ടുള്ള, ഇനി അതല്ലെങ്കിൽ പണം കൊടുക്കുന്നതുമായിട്ടുള്ള ബന്ധപ്പെട്ട കാര്യങ്ങൾ, അവയിൽ ഏതെങ്കിലും തരത്തിലുള്ള ഒരു അസ്വാരസ്യം ഉണ്ടാവുകയും ആ അസ്വാരസ്യത്തെ തുടർന്ന് കുറച്ച് MPമാർ മാറി നിൽക്കുകയോ അല്ലെങ്കിൽ അവരുടെ വിയോജിപ്പുകൾ രേഖപ്പെടുത്തുകയോ ഒക്കെ ചെയ്താൽ അത് പൊതുമണ്ഡലത്തിൽ അറിയണമെന്നില്ല, ഒരു മാധ്യമവും അത് പുറത്തുവിടണമെന്നില്ല, അറിയണമെന്നില്ല. അതുകൊണ്ട് തന്നെ അത് എവിടെയും വാർത്തയാകുന്നുമില്ല. എന്നാൽ ഈ വിവരങ്ങൾ കൃത്യമായിട്ട് രാഹുൽ ഗാന്ധിയും സംഘവും അറിയും എന്നതാണ് മറ്റൊരു യാഥാർത്ഥ്യം. അപ്പോൾ അതനുസരിച്ച് ആരും അറിയാതെ രഹസ്യമായിട്ട് തന്ത്രങ്ങൾ മെനഞ്ഞ് ബാക്കി കാര്യങ്ങളുമായിട്ട് മുന്നോട്ട് പോകാനായിട്ട് തങ്ങൾക്ക് കഴിയുമെന്ന ഒരു കോൺഫിഡൻസ്, ഒരു ആത്മവിശ്വാസമാണ് രാഹുൽ ഗാന്ധി ഇപ്പോൾ പങ്കുവച്ചിരിക്കുന്നത്. നമ്മളിവിടെ ശ്രദ്ധിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമെന്ന് പറയുന്നത്, ഈ സർക്കാർ ഒരു സമ്പൂർണ്ണമല്ല, സുസ്ഥിരമല്ല. അപ്പോൾ ഈ സർക്കാരിന് ആവശ്യമായിട്ടുള്ള ഭൂരിപക്ഷമില്ല എന്നൊക്കെ രാഹുൽ ഗാന്ധി ഇതിനു മുൻപ് പലതവണ പറഞ്ഞിട്ടുണ്ടെങ്കിലും ഈ സർക്കാർ താഴെ വീഴാൻ അധികം സമയം വേണ്ട, ഈ സർക്കാർ ഉടൻ തന്നെ താഴെ വീഴും. അപ്പോൾ അതിനുള്ള കാരണങ്ങൾ എന്തൊക്കെയാണ്? ഒരു അഭിപ്രായ വ്യത്യാസം തീർച്ചയായിട്ടും അവർക്കിടയിൽ അല്ലെങ്കിൽ അവിടെ ഉണ്ടാകുമെന്ന കാര്യത്തിൽ യാതൊരു സംശയം വേണ്ട. ആ അഭിപ്രായ വ്യത്യാസത്തിൻ്റെ അടിസ്ഥാനത്തിൽ വലിയ ഒരു തകർച്ച അല്ലെങ്കിൽ ഒരു പൊട്ടിത്തെറി അവിടെ നേരിടുന്നതായിരിക്കും. അപ്പോൾ ആ അഭിപ്രായ വ്യത്യാസം കൃത്യമായിട്ട് അവരറിയും, ഇന്ത്യ മുന്നണി അറിയും. ഞങ്ങളുടെ കൂടി അറിവോടെ ആയിരിക്കും അവിടെ അഭിപ്രായ വ്യത്യാസം ഉണ്ടാവുക എന്നൊക്കെയാണ് രാഹുൽ ഗാന്ധി ഇവിടെ പറഞ്ഞ ഈ വാക്കുകളുടെ അർത്ഥം. കാരണം ഇത്രയൊന്നും രാഹുൽ ഗാന്ധി ഇതുവരെ പറഞ്ഞിട്ടില്ല. എന്നാൽ പ്രിയങ്ക ഗാന്ധി വയനാട്ടിൽ മത്സരിക്കാൻ വന്നുവെന്ന വാർത്തകൾ പുറത്തു വന്നപ്പോൾ, അല്ലെങ്കിൽ പ്രിയങ്ക ഗാന്ധി വയനാട്ടിൽ മത്സരിക്കാൻ വേണ്ടിയിട്ട് കോൺഗ്രസ് തീരുമാനിച്ചത് എന്നുള്ള വാർത്തകൾ വന്നതിന് പിന്നാലെയാണ് രാഹുൽ ഗാന്ധി ഇത്തരത്തിലുള്ള പ്രഖ്യാപനങ്ങൾ നടത്തിയത്. അതുകൊണ്ട് തന്നെ അതിന് ദൂരവ്യാപകമായിട്ടുള്ള നിരവധി പ്രത്യാഘാതങ്ങൾ BJPയിൽ ഉണ്ടാക്കാനുള്ള ശേഷിയുണ്ട്. ആരായിരിക്കും ആ രഹസ്യചാരൻ എന്നാണ് ഇപ്പോൾ പൊതുസമൂഹം ചോദിക്കുന്നത്. BJPക്കാരുടെയും അതുപോലെ തന്നെ NDAയുടെയും അസ്വസ്ഥതകളിൽ ഉടനടി ഈ സർക്കാർ വീഴും. കാരണം പരസ്പരം മുന്നണികൾ തമ്മിൽ അല്ലെങ്കിൽ ഈ ഘടകകക്ഷികൾ തമ്മിൽ ഒരു അവിശ്വാസം ഉണ്ടാകും. അവർ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ആകെ അസ്വസ്ഥതകളായിരിക്കും, തമ്മിലടിയായിരിക്കും. അപ്പോൾ ആരാണ് ചാടാൻ പോകുന്നത് എന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും അവർ പഴിചാരും. അങ്ങനെ മൊത്തത്തിൽ NDA മുന്നണിക്കുള്ളിൽ തന്നെ വലിയ രീതിയിലുള്ള ഒരു അഭിപ്രായ വ്യത്യാസം അല്ലെങ്കിൽ ഒരു വലിയ പൊട്ടിത്തെറി അല്ലെങ്കിൽ പലതരത്തിലുള്ള കൺഫ്യൂഷൻസ് ഒക്കെ ഉണ്ടാക്കാനായിട്ട് ഇവർക്ക് സാധിക്കും. അതുപോലെ തന്നെ ഉദ്ധവ് താക്കറെ വിഭാഗത്തിൻ്റെ MP ആയിട്ടുള്ള സഞ്ജയ് റാവത്ത്, അദ്ദേഹം കഴിഞ്ഞ ദിവസം പറഞ്ഞത് TDPക്ക് സ്പീക്കർ സ്ഥാനം കൊടുത്തില്ലെങ്കിൽ ഇന്ത്യ മുന്നണി TDPയുടെ സ്പീക്കർ സ്ഥാനാർത്ഥിയെ പിന്തുണയ്ക്കുമെന്നാണ്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ അത് തീർച്ചയായിട്ടും ഈ പറയുന്ന NDA മുന്നണിക്കുള്ളിൽ ഉണ്ടാക്കുന്ന ഒരു ആശങ്ക അല്ലെങ്കിൽ
ഒരു പൊട്ടിത്തെറി എന്ന് പറയുന്നത് വളരെ വലുതായിരിക്കും. കാരണം TDPക്കും അതുപോലെ തന്നെ JDUവിനും ഒരുപാട് വാഗ്ദാനങ്ങൾ നൽകി അവരെ കൂടെ കൂട്ടിയിട്ട് അവർ ആവശ്യപ്പെട്ട ആഭ്യന്തരം ഉൾപ്പെടെയുള്ള ഒരു പദവിയും ഒരു വകുപ്പുകളും മന്ത്രി പദവികളും അവർക്ക് നൽകിയിട്ടില്ല. ഏതാണ്ട് 2 വകുപ്പുകൾ മാത്രം, ചെറിയ 2 വകുപ്പുകൾ മാത്രമാണ് നൽകിയത്. അപ്പോൾ അവർ ആവശ്യപ്പെട്ട പോലെയുള്ള ക്യാബിനറ്റ് പദവികളും അവർക്ക് നൽകിയിട്ടില്ല. അപ്പോൾ അങ്ങനെ ഒരു സാഹചര്യത്തിൽ സ്പീക്കർ പദവിയിലാണ് ഈ TDPക്ക് ഇപ്പോൾ ലക്ഷ്യമുള്ളത്. പക്ഷേ BJP TDPക്ക് ഈ ഒരു സ്പീക്കർ പദവി കൊടുക്കുവാൻ സാധ്യതയില്ല എന്നുള്ള റിപ്പോർട്ടുകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. അങ്ങനെ TDPക്ക് പദവികൾ കൊടുത്തില്ലെങ്കിൽ TDPയെ ഞങ്ങൾ പിന്തുണയ്ക്കുമെന്ന് ഇന്ത്യ മുന്നണി പരസ്യമായിട്ട് പറയുമ്പോൾ സ്വാഭാവികമായിട്ടും TDPക്ക് അവിടെ ഒരു വിലപേശൽ സാധ്യത ഇപ്പോൾ തുറന്നിടുകയാണ് ഇന്ത്യ മുന്നണി. അങ്ങനെ വരുമ്പോൾ TDPക്ക് സ്പീക്കർ പദവി കൊടുക്കുവാനായിട്ട് BJP നിർബന്ധിതരാകും. ഇല്ലെങ്കിൽ ഇന്ത്യ മുന്നണി അവരെ കൊണ്ടുപോകുമെന്ന ഒരു ഭീതി BJPക്കുള്ളിൽ വരികയും ചെയ്യും. അങ്ങനെ വരുമ്പോൾ TDPക്ക് സ്പീക്കർ പദവി കൊടുക്കേണ്ടതായിട്ട് വരികയും ചെയ്യും. അപ്പോൾ എന്താണ് ഇവിടെ സംഭവിക്കുക? സ്പീക്കർ പദവി കൈവിട്ടു പോയാൽ പിന്നെ BJPയുടെ ഒരു കളികളും നടക്കില്ല. അങ്ങനെ വരുമ്പോൾ തീർച്ചയായിട്ടും ഇന്ത്യ മുന്നണിക്ക് ഒരു പടി കൂടി മുന്നേറ്റമുണ്ടായി. ഏതായാലും 3ാം മോദി സർക്കാർ അധികാരത്തിലേറി, പ്രധാനമന്ത്രിയായിട്ട് നരേന്ദ്രമോദി തന്നെ വന്നു. ഭരണം ഇപ്പോൾ മുന്നോട്ട് പോവുകയാണ്. പക്ഷേ ഘടകകക്ഷി സംവിധാനങ്ങളും അതുപോലെ തന്നെ ഈ മുന്നണി സംവിധാനങ്ങളുമൊക്കെ തകർന്ന് തരിപ്പണമാകുന്ന വിധത്തിൽ, അല്ലെങ്കിൽ ഒരു സ്വസ്ഥതയും സ്വൈര്യവുമില്ലാത്ത വിധത്തിൽ അമിത്ഷായെയും അതുപോലെ തന്നെ മോദിയെയും ഒക്കെ വല്ലാത്ത രീതിയിൽ ആക്രമിച്ചുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ രാഹുൽ ഗാന്ധിയും ഇന്ത്യ മുന്നണിയും എന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. എന്തിനേറെ പറയണം, മല്ലികാർജുൻ ഖർഗെ, അതുപോലെ തന്നെ സച്ചിൻ പൈലറ്റ്, രാഹുൽ ഗാന്ധി, പ്രിയങ്ക ഗാന്ധി തുടങ്ങിയ കോൺഗ്രസ് നേതാക്കളൊക്കെ തന്നെ NDAയുടെ ഈ സർക്കാരിനെ കടന്നാക്രമിച്ചു കൊണ്ടിരിക്കുകയാണ്. അല്ലെങ്കിൽ ഏത് നിമിഷവും ഈ സർക്കാരിനെ നിലംപൊത്തിക്കാനുള്ള ശ്രമങ്ങൾ ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അത് തീർച്ചയായിട്ടും അവരുടെ നിലനിൽപ്പിനെ തന്നെ ബാധിക്കുന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല. എന്തായാലും രാഹുൽ ഗാന്ധി ചങ്കുറപ്പോടുകൂടി ഇപ്പോൾ പറഞ്ഞു വെക്കുന്നത്, ഞങ്ങളുടെ സ്രോതസ്സുകൾ അല്ലെങ്കിൽ ഞങ്ങളുടെ രഹസ്യ ചാരന്മാർ NDA സർക്കാരിനുള്ളിലുണ്ട്. അധികം വൈകാതെ അവിടെ ഒരു വലിയ പൊട്ടിത്തെറി ഉണ്ടാകും. അത് അനുസരിച്ച് ആ സർക്കാർ താഴെ വീഴുമെന്ന് നിർണായക പ്രഖ്യാപനം ഇപ്പോൾ നടത്തിയിരിക്കുകയാണ് രാഹുൽ ഗാന്ധി. അത് എങ്ങനെയെന്നാണ് ഇപ്പോൾ ഈ രാജ്യം കാത്തിരിക്കുന്നത്. ക്രിഷ്യൽ മീഡിയ എല്ലാ ദിവസവും വാർത്തകൾക്കും അറിയിപ്പുകൾക്കുമായി യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഫേസ്ബുക്ക് പേജ് ഫോളോ ചെയ്യുക. വാർത്തകളുടെ നോട്ടിഫിക്കേഷനായി ബെൽ ഐക്കൺ എനേബിൾ ചെയ്യുക.